കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ശ്രീ വടക്കുന്നാഥൻ ക്ഷേത്രത്തിന്റെ പൗരാണികമായ കിഴക്കേ ഗോപുരനട അതിൻ്റെ എല്ലാ കേടുപാടുകളും തീർത്ത് പുനർനിർമ്മാണം കഴിഞ്ഞ് സമർപ്പിക്കുകയാണ്. 26-ാം തീയതി ക്ഷേത്രത്തിന് സമർപ്പിക്കുകയാണ്. അതിന്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് TVS ഗ്രൂപ്പിന്റെ കീഴിലുള്ള കൈൻകാര്യം ട്രസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പാണ്. ഏകദേശം 4 കോടിയിൽ പരം രൂപ ചെലവ് വരുന്ന പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. പൗരാണികത നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ ശില്പങ്ങളും അതുപോലെ തന്നെ ഗോപുര നിർമ്മാണവുമെല്ലാം വളരെ മനോഹരമായി പണി പൂർത്തീകരിച്ച് സമർപ്പണം 26-ാം തീയതി നടക്കുകയാണ്. സമർപ്പണ ചടങ്ങിൽ നമ്മുടെ യുവജന ക്ഷേമകാര്യ മന്ത്രി ശ്രീ OJ ജനീഷ് പങ്കെടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള ക്ഷേത്ര ഗോപുരം അതിൻ്റെ എല്ലാ പൗരാണികതയും നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ നിർമ്മാണം നിരവധി വിദഗ്ധരുടെ നേതൃത്വത്തിലാണ് അവിടെ നടത്തിയിട്ടുള്ളത്. മരത്തിലുള്ള കൊത്തുപണികളും അതുപോലെ തന്നെ സീലിംഗ് പൂർണ്ണമായും എല്ലാ കേടുപാടുകളും തീർത്ത് അത് മനോഹരമാക്കി തീർക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഗോപുര സമർപ്പണവുമായി ബന്ധപ്പെട്ട് സമീപ ദിവസങ്ങളിൽ ചില മാധ്യമങ്ങളിൽ ചില വാർത്ത വരികയുണ്ടായി. അപ്പൊ ഇന്നലെ ഒരു വാർത്ത വന്നു. നമ്മള് ഇത് സമർപ്പിക്കുന്നതിന് വേണ്ടി ഇതിന്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ കൈകാര്യം ട്രസ്റ്റിന്റെ സമർപ്പണം നടത്തുന്ന ആളുകളുടെ അതിന്റെ നേതൃത്വത്തിന്റെ സൗകര്യമാണ് പ്രധാനമായിട്ടും നോക്കിയത്. ആ സൗകര്യം അനുസരിച്ചാണ് 26-ാം തീയതി നടത്താമെന്ന് 22-ാം തീയതിയാണ് നമുക്ക് അറിയിപ്പ് കിട്ടിയത്. അതനുസരിച്ച് 22-ാം തീയതി തന്നെ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുകയുണ്ടായി. ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇന്നലെ വൈകിട്ടാണ് നമുക്ക് അതിൻ്റെ ഒരു ഫൈനൽ തീരുമാനം കിട്ടിയത്. അദ്ദേഹത്തിന് 26-ാം തീയതി തിരുവനന്തപുരത്ത് CM-ന്റെ ഒരു പരിപാടി ഉള്ളതുകൊണ്ട് തൃശ്ശൂരിൽ എത്തിച്ചേരാൻ കഴിയില്ല എന്ന് അറിയിക്കുകയാണ്. തുടർന്ന് അപ്പോൾ തന്നെ ജില്ലയിലുള്ള മന്ത്രി ശ്രീ OJ ജനീഷ് അവരുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് നമുക്ക് ഉറപ്പ് നൽകണ്ടേ. പക്ഷെ ഇത്തരം വാർത്തകൾ വളരെ തെറ്റിദ്ധാരണ വരുത്തുന്ന വിധത്തിലുള്ള പ്രചാരവേലകളാണ് കൊടുക്കുന്നത്. കൊച്ചി ദേവസ്വം ബോർഡിന് സംസ്ഥാന ഗവൺമെന്റുമായോ ദേവസ്വം വകുപ്പുമായോ ഒരു നിലയിലും ഒരു അസ്വാരസ്യോ അല്ലെങ്കിൽ ഒരു വളരെ സഹകരണത്തോടു കൂടിയാണ് ഗവൺമെന്റ് നേതൃത്വം നൽകുന്ന ദേവസ്വം വകുപ്പുമായി മുന്നോട്ട് പോകുന്നത്. അത് വിശ്വാസികളിലും അതുപോലെ തന്നെ ബഹുജനങ്ങളിലും തെറ്റിദ്ധാരണ പരത്തുന്ന ഇത്തരം വാർത്തകൾ ഒഴിവാക്കണമെന്നാണ് ഞങ്ങൾക്ക് മാധ്യമപ്രവർത്തകരോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതിനു മുൻപ് ഈ ഗോപുരത്തിനടുത്ത് നിന്നിരുന്ന മരവുമായി ബന്ധപ്പെട്ട് ഒരു തെറ്റിദ്ധാരണാജനകമായ വാർത്ത വരികയുണ്ടായി. ഫെബ്രുവരി മാസത്തിൽ മരം മുറിച്ചു മാറ്റുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡ് തീരുമാനമെടുത്താണ്. ആ തീരുമാനം നടപ്പാക്കുന്നതിന് വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ ചില പരാതികൾ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഫോറസ്റ്റിന്റെ കൂടി അനുമതി നേടിക്കൊണ്ട് അത് പൂർത്തീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഫോറസ്റ്റിന് അത് എഴുതുകയും ഫോറസ്റ്റ് അതിന്റെ അനുമതി നൽകുന്ന സന്ദർഭത്തിൽ പൂരം എക്സിബിഷനുമായി ബന്ധപ്പെട്ട് ആ മുറിച്ചു മാറ്റുന്നതിന് അതിന്റെ സ്റ്റാളുകൾ വന്നുകൊണ്ട് 1 മാസം കൂടി വൈകാണ്. ആ സ്റ്റാളിൽ നീക്കിയപ്പോൾ ആ മരം മുറിച്ചു മാറ്റി ഗോപുരത്തിന് ഉള്ള ഭീഷണി നമ്മൾ മാറ്റി. പക്ഷെ ആ വാർത്ത പ്രസിദ്ധീകരിച്ചപ്പോഴും തെറ്റിദ്ധാരണജനകമായ ഒരു വാർത്തയായിട്ടാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അപ്പൊ ഇത്തരത്തിൽ മാധ്യമധർമ്മത്തിന് ഉതകുന്ന വിധത്തിൽ സത്യസന്ധമായ രീതിയിൽ അല്ലാതെ തെറ്റിദ്ധാരണകൾ പരത്തുന്ന വിധത്തിൽ മാധ്യമ വാർത്തകൾ വരുന്നത്
ആശാസ്യകരമല്ല, അത് തിരുത്തപ്പെടേണ്ടതാണ് എന്ന അഭിപ്രായമാണ് ഉള്ളത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തോടു കൂടിയാണ് പഴമ പൂർണ്ണമായും നിലനിർത്തിക്കൊണ്ട് ഗോപുരത്തിന്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. അതിനുവേണ്ടി 1500 ക്യൂബിക് അടി ഫോറസ്റ്റ് തേക്കുമരവും അതുപോലെ തന്നെ സുർക്കിയും അതുപോലെ റൂഫ് ടൈൽസും എല്ലാ പരിപാടികളും പൗരാണികത ഒട്ടും ചോർന്നു പോകാതെ നിർമ്മാണം നടത്തുന്നതിന് വേണ്ടി TVS ഗ്രൂപ്പിന്റെ കൈങ്കരി വിഭാഗം, അതിന്റെ എഞ്ചിനീയർമാരും 25ഓളം വരുന്ന തൊഴിലാളികൾ ഒരു വർഷക്കാലം തൃശ്ശൂരിൽ താമസിച്ചുകൊണ്ട് തന്നെയാണ് ഈ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിയിട്ടുള്ളത്. എന്തായാലും വടക്കുനാഥൻ ഭഗവാന് അതിന് സമർപ്പണം 26-ാം തീയതി നടക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. എല്ലാ ഭക്തജനങ്ങളെയും ചടങ്ങിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ചടങ്ങിലേക്ക് എല്ലാ മാധ്യമ പ്രവർത്തകരെയും പ്രത്യേകം ക്ഷണിക്കുന്നതാണ്. നമ്മളതിനാവശ്യമായിട്ടുള്ള എല്ലാ ഈ മറ്റേ ആർക്കിയോളജിയുടെ അനുമതി ലഭ്യമാക്കുന്ന കാര്യത്തിലും അതിനുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കുന്ന കാര്യത്തിലും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ സാമ്പത്തിക ചെലവുകളെല്ലാം ഈ TVS ഗ്രൂപ്പിന്റെ കൈകാര്യം ട്രസ്റ്റാണ് നടത്തിയിട്ടുള്ളത്. ഒരു വർഷത്തോളമാണ് അതിന്റെ പണി നടന്നിട്ടുള്ളത്. ഒരു വർഷം അല്പം കൂടി ആയിട്ടുണ്ട്. 15 കഴിഞ്ഞിട്ടുണ്ട്. ഒരു വർഷം അതിന്റെ പണി നീണ്ടു നിന്നിട്ടുണ്ട്. പണി നടത്തുന്നത് 4 കോടിയിലധികം ചെലവ് വന്നിട്ടുണ്ട്. സമീപനാണ് കാണുന്നത്. അപ്പൊ അവിടേക്ക് ആ ഫോട്ടോഗ്രാഫർമാര് മാധ്യമക്കാർ ഒരുപാട് കേൾക്കുന്നില്ല. അല്ലാതെ ആദ്യകാലത്ത് പൂരത്തിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടി പ്രത്യേകിച്ചും കുടമാറ്റം നടക്കുന്ന സന്ദർഭത്തില് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മാധ്യമപ്രവർത്തകർ, ഫോട്ടോഗ്രാഫർമാര് ഗോപുരത്തിന് മുകളിൽ കയറാറുണ്ട്. അത് കയറുന്നത് ആർക്കിയോളജി വിഭാഗം തന്നെ അതിന് തടസ്സം നിർത്തിയിട്ടുണ്ട്. അതിന്റെ കേടുപാടുകൾ കാലാകാലങ്ങളിൽ നമ്മൾ റിപ്പയർ ചെയ്ത് വരുന്നുണ്ട്. ഇനി അത് പൂർണ്ണമായി ഇതുപോലെ പുനർനിർമ്മിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തും. ഓരോ ഗോപുരം കഴിഞ്ഞ് മറ്റേ ഗോപുരത്തിൽ കടക്കാനാണ് ശ്രമിക്കുന്നത്. കാലാവധി എന്ന് പറഞ്ഞാൽ ഏറ്റവും പഴക്കവും ഏറ്റവും അപകടകരമായ അവസ്ഥയിലായിരുന്നാണ് കിഴക്കേ ഗോപുരം. ഏകദേശം 500 വർഷത്തിലധികം പഴക്കമുള്ള ഗോപുരങ്ങളാണ് വടക്കുനാഥൻ ക്ഷേത്രത്തിന്റെ ഗോപുരങ്ങൾ. അപ്പൊ അത് 4 ഗോപുരങ്ങളിലും അത് കാലാകാലങ്ങളിൽ നടത്തേണ്ടതായിട്ടുള്ള റിപ്പയറിംഗ് പണികളും പുനർനിർമ്മാണവും നടക്കേണ്ടതുണ്ട്. ഏറ്റവും അപകടകരാവസ്ഥയിൽ ഉണ്ടായിരുന്ന കിഴക്കേ ഗോപുരം ഇപ്പൊ പണി കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് അതിലേക്ക് കടന്നു. അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കും. ആർക്കിയോളജിയുടെ അനുമതിയോട് കൂടിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സാമ്പത്തിക കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. കൂത്തമ്പലത്തിന് ചില റിപ്പോർട്ടുകളുണ്ട്. അതിന് ആർക്കിയോളജിയുടെ അനുമതിക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. ആ അനുമതി കിട്ടുന്ന മുറയ്ക്ക് അതിന്റെ പുനർനിർമ്മാണം നടക്കും. അതിനും ഇതുപോലെ നിർമ്മിക്കുന്നതിന് വേണ്ടി TVS ഗ്രൂപ്പ് തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതെ, നമ്മള് ഇത് അപേക്ഷിച്ചാലും നമുക്ക് അനുമതി കിട്ടാനായിട്ട് ചില കാലതാമസങ്ങൾ നേരിടുകയാണ്. എവിടെ? കൂത്തമ്പലത്തില് 2-3 വർഷത്തിലധികമായിട്ടുണ്ട് അവിടെ അപേക്ഷ കൊടുത്തിട്ട്. പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി കിട്ടിയിട്ടില്ല. ആർക്കിയോളജി വകുപ്പിന്റെ കാലതാമസം വരുന്നില്ല. ഒഫീഷ്യൽ നടപടികളാണ്. അല്ലാണ്ട് ഇപ്പൊ വേറെ അതിന് സാങ്കേതികമായ ഒരു തടസ്സം വരുന്നില്ല.
ഫണ്ട് ആർക്കിയോളജി ഒന്നല്ല, നമുക്ക് സ്പോൺസർമാർ വരുന്നുണ്ട്. ഇത് ചെയ്യാനായിട്ട് സ്പോൺസർമാർ വന്നിട്ടുണ്ട്. ആ സ്പോൺസർമാരെ ഉപയോഗിച്ച് തന്നെയാണ് നമ്മളത് ചെയ്യുന്നത്. നമുക്ക് ഈ സെൻട്രൽ ആർക്കിയോളജി വകുപ്പിന്റെ നിയന്ത്രണത്തിലാണ് വടക്കാന ക്ഷേത്രം എന്നുള്ളത് കൊണ്ട് വടക്കാന ക്ഷേത്രത്തിനകത്ത് മാത്രമല്ല അതിന്റെ പുറത്തും ഒരു പ്രത്യേക ദൂരപരിധിക്ക് അകത്ത് വരുന്ന എല്ലാ നിർമ്മാണ പ്രവർത്തനം ശ്രീമൂലസ്ഥാനം ഉൾപ്പെടെ നമുക്ക് ആർക്കിയോളജിയുടെ അനുമതിയോടുകൂടി മാത്രമേ ചെയ്യാൻ പറ്റൂ. ഏതിന്റെ അത് അനുമതി കിട്ടിയതിന് ശേഷമല്ലേ നമ്മൾ എസ്റ്റിമേറ്റും പ്ലാനൊക്കെ തയ്യാറാക്കാൻ പറ്റുള്ളൂ. അവർ അത് നിർമ്മിച്ചോളാൻ പറഞ്ഞിട്ട് അനുമതി കിട്ടിയിട്ടില്ല. അനുമതിക്ക് ശേഷം നമ്മൾ അതിന്റെ ഡീറ്റെയിൽഡ് പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കി കൊടുക്കുകയാണ് സാർ. ഇപ്പോൾ ഇത് നമ്മൾ ഈ ക്ഷേത്ര ഗോപുര നിർമ്മാണവുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനമാണ്. കേരളോർമ്മയുടെ അത് നിയമപരമായിട്ട് അങ്ങനെ നടക്കുന്നുണ്ട്. കേരളോർമ്മ നമ്മുടെ മാനേജ്മെന്റാണ് അവിടെ അതിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ അങ്ങനെ നടക്കുന്നത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തോടുകൂടി പഴയ വാസ്തുശില്പങ്ങളുടെ തനിമയും പഴമയും അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ചാരിതാർത്ഥ്യത്തോടു കൂടി തന്നെയാണ് നമ്മളെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ നാളെ സമർപ്പണ ചടങ്ങ് 26-ാം തീയതി നടത്താൻ പോകുന്നത്. ഈ ചടങ്ങിലേക്ക് എല്ലാ മാധ്യമപ്രവർത്തകരെയും സർവ്വമന ക്ഷണിക്കുകയാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബഹുമാന്യായ സംസ്ഥാന ദേവസ്വം വകുപ്പ് മന്ത്രിയും ഞങ്ങൾ ക്ഷണിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ അസൗകര്യം പരിഗണിച്ച് ജില്ലയിലെ മന്ത്രി എന്നുള്ള നിലയിൽ ശ്രീ OJ ജനീഷ് സാർ അദ്ദേഹം എത്തിച്ചേരുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ സഹകരണത്തോടു കൂടി തന്നെയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഈ ചടങ്ങ് വളരെ മഹനീയമായ രീതിയിൽ തന്നെ നടത്താൻ ഉദ്ദേശിക്കുന്നത്.